സ്വാഗതം. സായന്ന ടാരക്കാർഡിലേക്ക് ഹാർദമായ സ്വാഗതം. ഇന്ന് ഉറങ്ങുന്നതിന് മുമ്പ് ഞാൻ 2 കാര്യങ്ങളാണ് താങ്കൾക്ക് വേണ്ടി യൂണിവേഴ്സിനോട് ചോദിക്കുന്നത്. ആദ്യത്തെ കാർഡ് താങ്കളിപ്പോൾ ജീവിതത്തിൽ സ്റ്റക്കായി നിൽക്കാനാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ആദ്യത്തെ കാർഡ് എന്താണ് താങ്കളിപ്പോൾ മാറ്റി വെച്ചുകൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ്. കാരണം ജീവിതത്തിൽ നമ്മൾ സ്റ്റക്കാവുന്ന ചില കാര്യങ്ങൾ മാറ്റി വയ്ക്കുമ്പോഴാണ്. എന്തുകൊണ്ടാണ് താങ്കൾ മാറ്റി വയ്ക്കുന്നത് എന്നാണ് രണ്ടാമത്തെ ചോദ്യം. എന്താണ് മാറ്റി വയ്ക്കുന്നത്, എന്തുകൊണ്ടാണ് മാറ്റി വയ്ക്കുന്നത്, പിന്നെ ഒരു ഡിവൈൻ ഗൈഡൻസ് കാർഡ് ശേഷം. ഓക്കെ, അപ്പോൾ നമുക്ക് ആദ്യത്തെ കാർഡ് എന്താണ് താങ്കൾ മാറ്റി വയ്ക്കുന്നത്, എന്താണ് താങ്കൾ ചെയ്ത സ്റ്റക്കായി നിൽക്കാൻ കാര്യം. നമുക്ക് ക്വീൻ ഓഫ് പെൻറ്റക്കിൾസ് എന്ന് പറയുന്ന കാർഡാണ്. ക്വീൻ ഓഫ് പെൻറ്റക്കിൾസ് എന്ന് പറയുന്നത് ഭാവിക്ക് വേണ്ടി പണമെടുത്ത് വയ്ക്കുന്ന ഒരു വനിതയാണ്. അതായത് വീട്ടുകാരെ പരിപാലിക്കുന്ന ഒരു വ്യക്തിയാണ്. കുടുംബത്തിൽ അത് പണത്തിന് നല്ല കൃത്യമായിട്ട് നോക്കുന്നൊരു വ്യക്തിയാണ്. അപ്പോൾ തീർച്ചയായിട്ടും താങ്കൾ എന്താണ് ഇപ്പോൾ പോസ്റ്റ്പോൺ ചെയ്യുന്നത് ചോദിച്ചപ്പോൾ ധനവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ താങ്കൾ പോസ്റ്റ്പോൺ ചെയ്യുന്നുണ്ട്, അതിനെക്കുറിച്ച് ചിന്തിക്കുന്നില്ല. ഉള്ളത് വെച്ച് റോൾ ചെയ്തുകൊണ്ടിരിക്കുകയാണെന്നാണ് ഈ കാർഡ് പറയുന്നത്. അതായത് റോളിംഗ് മാത്രമേ നടക്കുന്നുള്ളൂ. അതായത് പണത്തെക്കുറിച്ച് ആഴത്തിൽ ചിന്തിക്കാനോ ഭാവിക്ക് വേണ്ടി മാറ്റിവെക്കാനുള്ള ഒരിതില്ല. എന്തുകൊണ്ടാണ് എന്നാണ് രണ്ടാമത്തെ ചോദ്യം. നമുക്ക് നോക്കാം. ജസ്റ്റിസ് എന്ന് പറയുന്ന കാർഡാണ്. ജസ്റ്റിസ് എന്ന് പറയുന്നത് നീതി എന്ന് പറയുന്നൊരു കാർഡാണ്. നമുക്കറിയാം നീതി എന്ന് പറയുന്ന പടവാൾ ഉയർത്തി നിർത്തിയാൽ നമുക്ക് കാര്യമുള്ളൂ. എന്തുകൊണ്ടാണ് മാറ്റിയെന്ന് വെച്ചാൽ ഇതൊരു മേജർ അർക്കാന കാർഡാണ്. മേജർ അർക്കാന എന്ന് പറയുന്നത് ആത്മീയ പാഠമാണ്. അപ്പോൾ തീർച്ചയായിട്ടും താങ്കൾ കാരണം അല്ല മാറ്റി വയ്ക്കാൻ പറ്റാത്തതാണ് ഈ കാർഡ് പറയുന്നത്. പലപ്പോഴും താങ്കൾക്ക് നീതി കിട്ടുന്നില്ല എന്നുള്ളതാണ്. അതായത് കിട്ടേണ്ട പണം കിട്ടുന്നില്ല, കിട്ടേണ്ട ആളുകളിൽ നിന്ന് സഹായം കിട്ടുന്നില്ല. നമ്മൾ അങ്ങോട്ട് ചെയ്യുന്നത് പോലെയല്ല നമുക്ക് കിട്ടുന്നത്. നമ്മൾ കണ്ടറിയാൻ പറ്റും. നമ്മൾ ശുദ്ധമാണെങ്കിൽ നമുക്ക് കിട്ടുന്നത് നേരെ നെഗറ്റീവായിട്ടുള്ള എനർജിയാണ്. അപ്പോൾ അതുകൊണ്ടാണ് താങ്കൾ സ്റ്റക്കായി നിൽക്കുന്നത്. അപ്പോൾ സ്വയം കുറ്റബോധം പെടേണ്ട കാര്യമില്ല. കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ താങ്കൾ ചെയ്യുന്നത് ഞാൻ മനസ്സിലാക്കുന്നു. കാർഡും അത് തന്നെയാണ് പറയുന്നത്. അപ്പോൾ ഇന്ന് കാർഡ് താങ്കൾക്കൊരു സംരക്ഷണമാണ് നൽകുന്നത്. അതായത് ഇന്നിപ്പോൾ പണത്തിൻ്റെ റോളിംഗ് ഒന്നും പറ്റാത്തത് താങ്കളുടെ കുറ്റം കൊണ്ടല്ല, അത് വിധിയുടെ ഇതാണ്. അത് കാലമെടുത്തേ ശരിയാവുള്ളൂ എന്നുള്ളതാണ്. ഇനി നമുക്ക് എന്ത് ഗൈഡൻസാണ് ഡിവൈൻ തന്നിട്ടുള്ളത് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് റെക്കോർഡിംഗ് ക്രിസ്റ്റൽസ് എന്ന് പറയുന്ന ഒരു കാർഡാണ് എന്നുള്ളത്. ക്രിസ്റ്റൽ എന്ന് പറയുന്ന ഹൈ എനർജിയാണ്. എന്ത് സന്ദേശമാണ് ഈ കാർഡ് തരുന്നത് വെച്ച് കഴിഞ്ഞാൽ, ഓപ്പൺ യുവർ മൈൻഡ് ടു ന്യൂ ഇൻഫർമേഷൻ എന്നുള്ളതാണ്. അപ്പോൾ തീർച്ചയായിട്ടും ഈ കാർഡ് നമ്മളോട് പറയുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ, ഈ കാർഡ് പുതിയ അനുഭവങ്ങൾ ഇൻഫർമേഷന് വേണ്ടി നമ്മൾ ഇതാക്കണം എന്നുള്ളതാണ്. അപ്പോൾ ഇപ്പോൾ താങ്കൾ ഇത് ഇന്ന് ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒന്ന് കണ്ണുകൾ അടച്ചിട്ട് തേർഡ് ഐയിലേക്ക് ഒന്ന് ഫോക്കസ് ചെയ്യുക. തേർഡ് ഐയിലേക്ക് ഫോക്കസ് ചെയ്ത് അധികം സ്ട്രെസ് ഒന്നും ചെയ്യാൻ പാടില്ല. വളരെ ശാന്തമായിട്ട് ഫോക്കസ് ചെയ്യുക. അതിനുശേഷം യൂണിവേഴ്സിനോട് പറയുക, പുതിയ ഇൻഫർമേഷൻ ഞാൻ റിസീവ് ചെയ്യാൻ തയ്യാറായിട്ടുണ്ട്, എനിക്കത് കാണിച്ചു തരൂ, ഈ പ്രശ്നത്തിൽ നിന്നും ഇത് മുന്നോട്ട് വരാമെന്ന്. അങ്ങനെ താങ്കൾ ഒരു 2-3 ദിവസം ചെയ്ത് കഴിയുമ്പോൾ താങ്കൾക്ക് ഒരാഴ്ചയ്ക്കുള്ളിൽ എന്തെങ്കിലും ഒരു ഇൻഫർമേഷൻ, എന്തെങ്കിലും ഐഡിയ വരുന്നതാണ് വിശ്വാസം. ട്രൈ ചെയ്ത് നോക്കൂ. എന്തായാലും താങ്കൾക്ക് പുതിയ ഐഡിയ കിട്ടട്ടെ. പുതിയ ഐഡിയയ്ക്ക് മാത്രമേ താങ്കൾ രക്ഷിക്കാൻ കഴിയുള്ളൂ ഈ ഒരു പ്രതിസന്ധിയിൽ നിന്ന്. ഐ വിഷ് യു വെരി ഗുഡ് നൈറ്റ്. നമുക്ക് നാളെ രാവിലെ കാണാം. താങ്ക് യു വെരി മച്ച്.